ഹലോ, നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോവാം. ഇന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണേ. പുട്ടും കടലക്കറിയും. അപ്പം ഒരു തട്ടിക്കൂട്ട് കടലക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കിയതൊന്ന് നോക്കാം കേട്ടോ. ഞാൻ കടല ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ സവാളയും എല്ലാം കൂടി കുക്കറിനകത്തിട്ട് പിന്നെ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ മസാലയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ പോർക്ക് മസാല ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ചിക്കൻ മസാല ഇടുന്നത്. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് പോർക്ക് മസാല ഇട്ട് പിന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പുട്ടൊന്ന് നനച്ചെടുക്കാം. നല്ല വെള്ളപ്പുട്ടാണേ. അത് നന്നായിട്ട് നനച്ചെടുത്ത് നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് നിറയ്ക്കാം. തേങ്ങ അതിട്ട് ഇച്ചിരി പുട്ടുപൊടി ഇട്ട് വീണ്ടും തേങ്ങ ഇട്ട് അങ്ങനത്തെ ഒരു പ്രോസസ്സ്. അതും സെറ്റാക്കി നമുക്കൊന്ന് പുട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ കടലക്കറി ഏകദേശം ഫൈനൽ വേവെത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളുടെ പുട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ തട്ടിക്കൂട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ നമുക്കൊന്ന് കടല ഒന്ന് റെഡിയാക്കി എടുക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു ഇച്ചിരി കടുകിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ താമസിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും ചുമന്ന മുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്ഥിരം പരിപാടിയാണ് രാവിലെ ഇതുപോലെ തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കൽ. ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ കടല എടുത്ത് ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ആ എണ്ണയിലോട്ടൊന്ന് വെന്ത് വരാനായിട്ട് വെക്കാവേ. കടല ഏകദേശം ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, തിളച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ അതേ അതിനിടയ്ക്ക് ഞാൻ രണ്ട് പപ്പടം പൊരിച്ചു. നമ്മൾ പുട്ടുണ്ടാക്കിയതിരിപ്പുണ്ട്, കടലക്കറിയുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ആക്കിയെടുത്താലോ. 2 പീസ് പുട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ, ഇരിക്കട്ടെ. ഇനി നമുക്കതിൻ്റെ മുകളിലോട്ട് നല്ല കടലക്കറി അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് കഴിക്കാം അല്ലേ. അപ്പോൾ കടലക്കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 പപ്പടം കൂടെ ഇരിക്കട്ടെ, അതും കൂടെ വെച്ച് ഇനി നല്ല ആവി പറക്കുന്ന കോഫിയും കൂടി ഒഴിച്ച് അടിപൊളിയായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പം ഇതാണ് എൻ്റെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ.